ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون. ما شاء الله بارك الله فيك. اوكي. أعوذ بالله من الشيطان الرجيم. ولما ضرب ابن مريم مثلا إذا قومك منه يصدون وقالوا أآلهتنا خير أم هو وما ضربوه لك إلا جدلا بل هم قوم خصمون إن هو إلا عبد أنعمنا عليه وجعلناه مثلا لبني إسرائيل ولو نشاء لجعلنا منكم ملائكة في الأرض يخلفون. ما شاء الله بارك الله فيك. ശരി, അപ്പൊ നമ്മള് 57 മുതൽ 60 വരെയുള്ള ആയത്താണ് എടുത്തിരുന്നത്. ഇനി നമുക്ക് അതിന്റെ അർത്ഥം എന്ന് നോക്കാം. അപ്പോ 57-ാമത്തെ ആയത്ത് ആരെങ്കിലും ഒരാള് ഓതി അർത്ഥം പറയുകയാണെങ്കിൽ നന്നായിരിക്കും, ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആരാ ഓതാ? ഓതി അർത്ഥം പറയാം, അറിയുന്നത് പോലെ പറയും. ആരാ പറയാ? ഹാഫിസ് സാഹിബ് ഉണ്ടല്ലോ അല്ലെ? ഒന്ന് പറയും ഹാഫിസ് സാഹിബ്, പറഞ്ഞൂടെ? ഓക്കെ. ഇല്ല, ഞാന് നാട്ടിലല്ല, ഞാൻ നോക്കിയില്ല. ഏത് ആയത്താണ് പറയേണ്ട? 57-ാമത്തെ ആയത്ത് 57. വലമ്മ ദുരിബ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ വിവരിക്കപ്പെട്ട, അതായത് ഉദാഹരണം പറയപ്പെട്ടപ്പോൾ, മസലൻ ഒരു ഉപമയായിട്ട് മറിയമിന്റെ മകന് വിവരിക്കപ്പെട്ടപ്പോൾ, ഇതാ ഖൗമുക അപ്പോൾ നിന്റെ ജനം, മിൻഹു അതിനെപ്പറ്റി, യസിദ്ദൂൻ അവർ ആർത്തട്ടഹസിക്കുന്നു. അതന്നെ, അതാണ് 57-ാമത്തെ ആയത്ത്. വലമ്മാ ദുരിബ ഇബ്നു മറിയം മസലൻ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ. അപ്പൊ വലമ്മാ ദുരിബ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ, മസലൻ ഉദാഹരണമായി പറയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വിവരിക്കപ്പെട്ടപ്പോൾ, ഇദാ ഖൗമുക, ഇദാ അപ്പോൾ, ഖൗമുക നിന്റെ ജനത, നബിയോട് പറയണതാവും, മിൻഹു അതിനെ തൊട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ, യസിദ്ദൂൻ ആർത്തട്ടഹസിക്കുന്നു, അത് പരിഹസിച്ചുകൊണ്ട് അവർ ചിരിക്കുന്നു എന്നർത്ഥത്തിൽ. ഇനി 58-ാമത്തെ ആയത്ത് ആരാ അർത്ഥം പറയാം? നമുക്കൊന്നുകൂടി ഇത് മനസ്സിൽ പതിയാൻ കാരണം പറയും. എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ സമയമല്ല, ആരെങ്കിലും ഒരാൾ പറയും. ആരാ പറയാ? ഇപ്പൊ ഓൺലൈനായിട്ട് പറഞ്ഞോളി, സൗകര്യമില്ല, ആർക്കും പറയില്ല. സലീംക്ക് പറഞ്ഞോളി. 58-ാമത്തെ ആയത്ത് വഖാലു ആലിഹത്തുന ആയത്. വഖാലു അവർ പറയുന്നു, ആലിഹത്തുന ഞങ്ങളുടെ ആരാധ്യന്മാരാണോ, ഖൈറുൻ ഉത്തമർ, അതോ അദ്ദേഹമാണോ, ഹുവ അദ്ദേഹമാണോ, അതല്ല ഹു അദ്ദേഹമാണോ. ഖിറാഅത്തിൽ അവിടെ നിർത്തുമ്പോ അം ഹുവ എന്ന് നിർത്തൂല, അം ഹു അങ്ങനെ നിർത്തണം. പിന്നെ മാ ദറബൂഹു ലക, അവനെ ലക നിന്നെ ഞാൻ ആക്കിയിട്ടില്ല. അതിനെ ആക്കിയിട്ടില്ല, ലക്ക നിനക്ക്, ഇല്ല ജദല ഒരു തർക്കവസ്തു തർക്കമായിട്ടല്ലാതെ അല്ലാതെ, തർക്കിക്കാൻ വേണ്ടിയാണ്. എന്താ കാരണം? അതാ പിന്നെ പറഞ്ഞത്. ബൽഹും എന്നാൽ അവർ, ഖൗമുൻ ഖസിമൂൻ തർക്കിക്കുന്ന ഒരു ജനതയാണ്. അപ്പോ വഖാലു ആലിഹതുനാ ഖൈറുൻ അം ഹു, അവിടെ നേരത്തെ ഓതിയപ്പോ ആലിഹത്തുന എന്ന് മാത്രം ഓതി തോന്നുന്നുണ്ട്. ചോദ്യം ഉണ്ട് അവിടെ.
وقالوا أآلهتنا خير أم هو وقالوا അവർ പറയുകയും ചെയ്യും നീ പറയുന്നു അആലിഹതുന ഞങ്ങളുടെ ആരാധ്യന്മാരാണോ ഖൈറുൻ ഉത്തമം അം അതല്ല ഹു അദ്ദേഹമാണോ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണോ അത് നേരത്തെ പറഞ്ഞേക്കും അടക്കം എന്നിട്ട് അള്ളാഹു പറയുന്നു മാ ദറബൂഹു ലക അവർ അതിനെ താങ്കളോട് പറയുന്നില്ല വിവരിക്കുന്നില്ല അല്ലെങ്കിൽ ഉദാഹരണമായി പറയുന്നില്ല ഇല്ല ജദല ഒരു തർക്കമായിട്ടല്ലാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടല്ല വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ഒരു തർക്കത്തിനാണ് അവർ പറയുന്നത് അല്ലെ ഒന്നുണ്ടല്ലോ പിന്നെ കുതർക്കം നടത്തുന്ന ആൾക്കാർ അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ അതുപോലെ ഒരു തർക്കത്തിന് വേണ്ടിയാണ് അവർ പറയുന്നത് ബൽ അല്ല ഹും അവർ ഖൗമുൻ ഖസിമൂൻ ഒരു തർക്കിക്കുന്ന ജനതയാകുന്നു അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് ബൽ ഹും ഖൗമുൻ ഖസിമൂൻ പക്ഷെ ഈ തർക്കമൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ നടക്കൂ ഖിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് ഈ ആളുകളുടെ അവസ്ഥ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ അൻആമിൽ കാണാൻ സാധിക്കും അവര് ആണയിട്ട് പറയും സത്യം ചെയ്തു പറയും വല്ലാഹി റബ്ബിന മാ കുന്നാ മുശ്രിക്കീൻ ഭീകരമായ അവസ്ഥ ഭയാനകമായ അവസ്ഥ ശിർക്ക് ചെയ്ത ആളുകൾ കാണുമ്പോ അവർ നേരെ പിന്നെ മാറി പറയും ഞങ്ങളുടെ റബ്ബായ അള്ളാഹുവാണേ സത്യം ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല അങ്ങനെ പറയാൻ കാരണം എന്താ ശിർക്ക് ചെയ്ത ആളുകൾക്കായിരിക്കും പരലോകത്ത് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകപ്പെടുക അപ്പൊ അത് കാണുമ്പോൾ അവർ പറയുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് ശരി അതാണ് 58-ാമത്തെ ആയത്ത് ഇനി 59-ാമത്തെ ആയത്ത് ആരാ പറയാ ഒരാൾ പറഞ്ഞോളി 59-ാമത്തെ ആയത്ത് ധൈര്യമായിട്ട് പറഞ്ഞോളി പിന്നെ തിരുത്താം അബ്ദുറൌഫ് സാഹിബ് പറഞ്ഞോളി അബ്ദുറൌഫ് സാഹിബ് പറഞ്ഞേ സമയം കുറവാണ് അതുകൊണ്ട് പറഞ്ഞോളി 59 അവനല്ല ഒരു അടിമ അല്ലാതെയല്ല നാം അനുഗ്രഹം നൽകി അലൈഹി അദ്ദേഹത്തിന്റെ മേൽ അദ്ദേഹത്തെ അവനെ നാം ആക്കുകയും ചെയ്തു മസ്ലൻ ഒരു ഉപമ ലിബനി ഇസ്രായേൽ സന്തതികൾക്ക് അവിടെ കുറച്ചുകൂടി അനുയോജ്യമായത് ഒരു മാതൃക എന്നതാണ് അദ്ദേഹത്തെ ഒരു മാതൃകയാക്കി എന്നാണ് ഷഹീദാക്കി എന്നാണ് അപ്പോ ഇൻ ഹുവ അദ്ദേഹം അല്ല അല്ലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ അദ്ദേഹം അല്ല എന്തല്ലാതെ ഇല്ല അബുദുൻ ഒരു അടിമയല്ലാതെ അല്ല അത് ലോകത്തുള്ള ക്രൈസ്തവർക്കും ഒക്കെ ഉള്ളൊരു മറുപടി കൂടിയാണ് അദ്ദേഹം ദൈവമല്ല ദൈവത്തിന്റെ അംശമല്ല ദൈവത്തിന്റെ പുത്രനല്ല പിന്നെ അദ്ദേഹം ആരാണ് അദ്ദേഹം ഒരു അടിമയല്ല സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആയത്തൊക്കെ എടുത്ത് ഉദ്ധരിക്കാറുണ്ട് മർക്കസുൽ ബിഷാറ എന്നൊരു സ്ഥാപനമാണ് മഞ്ചേരിയിൽ അവിടുന്ന് ഇറങ്ങുന്ന ചില പുസ്തകങ്ങളിൽ അറബിയിലുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഖുർആൻ ആയത്തൊക്കെ ഉദ്ധരിച്ചിട്ട് എന്നാൽ അള്ളാഹു കൃത്യമായി പറയാൻ ഇൻ ഹുവ ഇല്ല അബുദുൻ അദ്ദേഹം ഒരു അടിമയല്ലാതെ അല്ല കണ്ടോ പിന്നെ അൻഅംന അലൈഹി നാം അദ്ദേഹത്തിന്റെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു അതാണ് അൻഅംന അലൈഹി വജഅൽനാഹു അദ്ദേഹത്തെ നാം ആക്കുകയും ചെയ്തു മസലൻ ഒരു മാതൃകയാക്കിയിരിക്കുന്നു ലിബനി ഇസ്രായീൽ ബനു ഇസ്രായേലിയർക്ക് ഒരു മാതൃകയാക്കിയിരിക്കുന്നു ഒരു മാതൃകാ പുരുഷനാക്കിയിരിക്കുന്നു അള്ളാഹു റസൂലിനെ കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നല്ലോ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന സൂറത്ത് അഹ്സാബിൽ കാണാം അതുപോലെ ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു അദ്ദേഹത്തെ ഒരു മാതൃകയാക്കുകയും ചെയ്തിരിക്കുന്നു അതാണ് 59-ാമത്തെ ആയത്ത് ബറക്കല്ലാഹു ഇനി ഒരു ആയത്ത് നമ്മളെടുത്ത ആയത്തുണ്ട് അതുകൂടി ആരോ പറയാം 60-ാമത്തെ ആയത്ത് ആരാ പറയാ നമ്മളിങ്ങനെ ഓതി പോകുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് നമ്മൾ പഠിക്കുന്ന ഭാഗം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കല് അപ്പൊ അതിന് സഹായകമാണ് നിങ്ങളെ ചോദിക്കും പറയുമ്പോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിൽ തങ്ങും ആരെങ്കിലും ആൾ പറഞ്ഞോളി ഇക്ബാൽ സാഹിബ് ഉണ്ടല്ലോ ഷാർജ ഇക്ബാൽ സാഹിബ് പറഞ്ഞോളി
അതല്ലെങ്കിൽ ആർക്കും പറയാം. അബ്ദുറഫ് സാഹിബിനെ പറഞ്ഞോളൂ, സമയം കളയണ്ട വെച്ചിട്ടാണ്. അബ്ദുറഫ് സാഹിബ് പറഞ്ഞോളൂ. വലൗ നശാഉ ലജഅൽനാ മിൻകും ആയതാണ്. വലൗ നശാഉ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅൽന മിൻകും അവരിൽ നിന്ന് നാം ആക്കുമായിരുന്നു മലായിക്കത്തും. അവിടെ നിങ്ങളിൽ നിന്ന് അല്ലെ, നിങ്ങളിൽ നാം ഉണ്ടാക്കുക തന്നെ ചെയ്യുമായിരുന്നു. ആ ലാമ് തൗക്കീദിന് വേണ്ടിയാണ്. ലജഅൽനാ മിൻകും തീർച്ചയായും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നാം ഉണ്ടാക്കുക തന്നെ ചെയ്യുമായിരുന്നു. പറയും മലായിക്കത്തൻ മലക്കുകളെ ഫിൽ അർദി ഭൂമിയിൽ യഖ്ലുഫൂൻ പ്രതിനിധികളായി വരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അപ്പോ വലൗ നശാഉ എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ലജഅൽനാ നാം ഉണ്ടാക്കുക തന്നെ ചെയ്യുമായിരുന്നു. ആ തന്നെ എന്ന് കിട്ടിയത് ആ ലാമ് കൊണ്ടാണ്. ലജഅൽനാ നാം ഉണ്ടാക്കുക തന്നെ ചെയ്യുമായിരുന്നു മിൻകും നിങ്ങളിൽ നിന്ന് മലായിക്കത്തൻ മലക്കുകളെ ഫിൽ അർദി ഭൂമിയിൽ യഖ്ലുഫൂൻ പിൻഗാമികളായി വരുന്ന നിലയിൽ, അതാണ്, അല്ലെങ്കിൽ പകരം വരുന്ന നിലയിൽ എന്നൊക്കെ അർത്ഥം. അതല്ലെങ്കിൽ പ്രതിനിധികളായി വരുന്ന നിലയിൽ. എന്താ അങ്ങനെ പറഞ്ഞാൽ, അള്ളാഹുവിന് വേണമെങ്കിൽ മനുഷ്യരിൽ നിന്ന് തന്നെ ജിന്നുകൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ മലക്കുകൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് പകരം മലക്കുകളാക്കാൻ പറ്റും. അതൊക്കെ ഇനി തഫ്സീർ കൊടുത്ത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് അതൊന്നും എന്തല്ല, ഒരു പ്രയാസമേ അല്ല, അല്ലെ. അള്ളാഹുവിന്റെ കാര്യം എന്താ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് സൂറത്ത് യാസീനിൽ കാണാൻ സാധിക്കും. ഇദാ അറാദ ശൈഅൻ അൻ യഖൂൽ ഇന്നമാ അംറുഹു. അതെ, അള്ളാഹുവിന്റെ കാര്യം ഇദാ അറാദ ശൈഅൻ ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. എന്തേ വേണ്ടു? ഉണ്ടാവുമെന്ന് പറയുകയേ വേണ്ടു, അപ്പോൾ അത് ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന് അത് പ്രയാസമേ അല്ല എന്ന് അർത്ഥം. നേരത്തെ ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് മലക്കുകൾ ഇറക്കിയില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ എന്തുകൊണ്ട് മലക്കുകൾ ഇറക്കിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. സൂറത്ത് ഇതില് 53-ാമത്തെ ആയത്തിൽ. അതിനുള്ള മറുപടി കൂടിയാണ്. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബിൻ ഔ ജാഅ മഅഹുൽ മലായികതു മുഖ്തരിരീൻ. അപ്പൊ അതിനുള്ള മറുപടിയാണ് എന്ത്? വലൗ നശാഉ നാം ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ ലജഅൽനാ മിൻകും നിങ്ങളിൽ നാം ഉണ്ടാക്കുക തന്നെ ചെയ്യുമായിരുന്നു മലായികത്തൻ മലക്കുകളെ. തഫ്സീറിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതല്ലെങ്കിൽ മനുഷ്യരെ മാറ്റിയിട്ട് ആ ഭൂമിയിൽ അള്ളാഹു മലക്കുകൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ. അതാണ് ഫിൽ അർദി ഭൂമിയിൽ യഖ്ലുഫൂൻ പിൻഗാമികളായി വരുന്ന നിലയിൽ. ശരി, അപ്പൊ അതാണ് നമ്മൾ അവസാനം എടുത്ത ആയത്ത്. ഇന്ന് നമുക്ക് 61-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുകളിലേക്ക് പോകാം. ഞാൻ ഓതാം, നിങ്ങളത് കേട്ടിട്ട് ഒന്ന് ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ. ഓതിക്കോളൂ. وإنه لعلم للساعة فلا تمترن بها واتبعون. لعلم للساعة فلا تمترن بها واتبعون. هذا صراط مستقيم. هذا صراط مستقيم. അതാണ് 61-ാമത്തെ ആയത്ത്. ഞാൻ ഒന്നുകൂടി ഓതാം, നിങ്ങൾ കേട്ടാൽ മതി. وإنه لعلم للساعة فلا تمترن بها واتبعون هذا صراط مستقيم. ശരി, 61-ാമത്തെ ആയത്ത്. ഇന്നഹു തീർച്ചയായും അദ്ദേഹം, അവിടെ ഹു എന്ന ലമീർ മടങ്ങുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് എന്നാണ് പിന്നെ ജുംഹൂറിന്റെ കൂടുതൽ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം. ചില മുഫസ്സിരീങ്ങൾ അതല്ല, അത് ഖുർആനിലേക്കാണ്, തീർച്ചയായും അത് ഖുർആൻ എന്നാണെന്നും പറഞ്ഞു കാണാം. ഏതെന്ന് നോക്കാം. ഇന്നഹു തീർച്ചയായും അദ്ദേഹം ലഇൽമുൻ ഒരു അറിവ് തന്നെയാകുമ്പോൾ, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. അതിന് വേറൊരു ഖിറാഅത്തുണ്ട്, ലഅലമുൻ എന്നൊരു ഖിറാഅത്തുണ്ട്. അലമ് എന്ന് പറഞ്ഞാൽ അടയാളം എന്നർത്ഥം, അല്ലെ. അറബിയില് ഫ്ലാഗിന് അറബി പറയാ
അലമ് എന്നാണ്, പതാക. അതുപോലെ അടയാളം എന്നാണ് തന്നെ. അപ്പോ ഇന്നഹു തീർച്ചയായും അദ്ദേഹം ലഇൽമുൻ ഒരു അറിവാകുന്നു, അല്ലെങ്കിൽ ഒരു അടയാളമാകുന്നു, ലിസ്സാഅ. അവിടെ അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യനാളാണ്. അപ്പൊ അദ്ദേഹം അന്ത്യനാളിന്റെ ഒരു അടയാളമാകുന്നു. തീർച്ചയായും അദ്ദേഹം അന്ത്യനാളിന്റെ ഒരു അടയാളമാകുന്നു. അതിൽ നിങ്ങൾ സന്ദേഹിക്കരുത്, സംശയിക്കേണ്ടതില്ല. എന്നാൽ ഫലാ തംതറുന്ന ബിഹ, അതിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുകയും ചെയ്യുവീൻ. വത്തബിഊൻ, വത്തബിഊനി എന്നാണ് അവിടെ യാ കളയപ്പെട്ടപ്പോ വത്തബിഊൻ, എന്നെ പിൻപറ്റുകയും ചെയ്യുവീൻ. അവിടെ ഈ എന്നെ എന്നത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ് നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ എന്ന്. അപ്പൊ ആ ലമീർ മടങ്ങുന്ന റസൂലിലേക്കാകാം. അല്ലെങ്കിൽ അള്ളാഹു പറയാണ് നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, ഞാൻ അയച്ച ദൂതനെ സ്വീകരിക്കുന്നത് വഴി നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. രണ്ടും ശരിയാണ്. മനസ്സിലായല്ലോ? ഫലാത്തം തറുന്ന ബിഹ, നിങ്ങൾ എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട, സന്ദേഹിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. വത്തബിഊ, നിങ്ങൾ എന്നെ പിൻപറ്റുകയും ചെയ്യുവീൻ. എന്നിട്ട് പിന്നെ അവസാനം ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു ചൊവ്വായ പാത. ഹാദാ, ഇത്, സിറാത്തും മുസ്തഖീം നമുക്ക് അറിയുന്ന വാക്കാണല്ലോ, ചൊവ്വായ പാത, ഇതാകുന്നു ചൊവ്വായ പാത. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് പോലെ അദ്ദേഹം ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട്, ഏറ്റവും അടുത്ത അടയാളമായിട്ട് അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കൃത്യമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഹദീസ് കൂടിയാണിത്. കണ്ടോ? പിന്നെ ആ ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് അള്ളാഹു റസൂൽ പറയാണ്. ഇമാം അബൂ ഹുറൈറയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി ല യൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, നിങ്ങളുടെ മേൽ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, നിങ്ങൾക്ക് ആസന്നമായിരിക്കൂ എന്നു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ്, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമാകുമ്പോൾ. എങ്ങനെ? ഹകമൻ അദ്ലൻ, നീതിമാനായ ഒരു ഭരണാധികാരി ആയിക്കൊണ്ട് അദ്ദേഹം വരിക. സരീബ, അദ്ദേഹം കുരിശ് തകർക്കും, പൊട്ടിക്കും. സരീബ് എന്ന് പറഞ്ഞാൽ കുരിശ്. വയഖ്തുൽ ഖിൻസിയ, അതുപോലെ തന്നെ പന്നിയെ അദ്ദേഹം വധിക്കും. വയദഉ അൽ ജിസിയ, അദ്ദേഹം ജിസിയ നടപ്പിലാക്കും. അതുപോലെ തന്നെ അതായത് ഇസ്ലാമിക രാജ്യത്തിൽ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ഭരണകൂടം സംരക്ഷണം നൽകുന്നു എന്ന കാരണത്താൽ നൽകുന്ന ഒരു നികുതിയാണ് ജിസിയ. അതല്ലാതെ മുസ്ലിമായി എന്ന കാരണം കൊണ്ടല്ല. മുസ്ലിങ്ങൾ സക്കാത്ത് നിർബന്ധമായും കൊടുക്കണമല്ലോ. ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ നിർബന്ധമായും സക്കാത്ത് കൊടുക്കാൻ അർഹരാണെങ്കിൽ കൊടുക്കണം എന്നത് പോലെ തന്നെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ, അവർക്ക് എല്ലാ സംരക്ഷണം നൽകുന്നു എന്ന കാരണത്താൽ കൊടുക്കുക. അതാണ് ജിസിയ. ഇനി യഫീദുൽ മാൽ ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ, ധനം ഒഴുക്കപ്പെടും, ധാരാളം ധനം ഉണ്ടാകും, പക്ഷെ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. ഖിയാമത്ത് നാളിന്റെ അടുത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഹത്താ തകൂന സജദത്തു അൽ വാഹിദത്തു ഖൈറും മിന ദുനിയ വമാ ഫീഹാ, അങ്ങനത്തെ ഒരു കാലമായിരിക്കും. ഒരു സുജൂദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനേക്കാളും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും വിഭവങ്ങളെക്കാളും ഖൈറായിരിക്കും. അത്ര കുറഞ്ഞു പോയിട്ടുണ്ടാകും. അതെന്നർത്ഥം. സുമ്മ യഖൂലു അബൂ ഹുറൈറ, പിന്നെ അബൂ ഹുറൈറ ഓതി, വഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് ഓതുക. ഏതത്? വഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. സൂറത്ത് നിസായിലെ ആയത്താണ്. നിങ്ങളിൽ വഇമ്മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബിൽ ഒരാളും ഉണ്ടായിരിക്കുകയില്ല, ഇല്ലാ ലയുമിനന്ന ബിഹി, അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിട്ട്, ഖബ്ല മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ്. അതായത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, ആകാശത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ,
ഖിയാമത്ത് നാളിൽ അദ്ദേഹം അവരുടെ മേൽ സാക്ഷിയായിരിക്കുകയും ചെയ്യും. ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ 3448 ഹദീസായിട്ടും സ്വഹീഹ് മുസ്ലിമിൽ 155 ഹദീസായിട്ടും കാണാം. അപ്പോ ആ ഹദീസിൽ കൃത്യമായി പറയുന്ന കാര്യമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുമെന്ന്. ആ അർത്ഥമാണ് പ്രാമാണികരായ മുഫസ്സിരീങ്ങളിൽ അധിക പേരും ഈ വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, തീർച്ചയായും അദ്ദേഹം അന്ത്യനാളിന്റെ അറിവാകുന്നു, അടയാളമാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ അതല്ല, അത് ഖുർആനിനെ കുറിച്ചാണ്. ഖുർആൻ, കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അന വസ്സാഅതു കഹാതൈനി, ഞാനും ഖിയാമത്ത് നാളും രണ്ടുപേരെ അടുത്ത് പിടിച്ചിട്ടാ പറഞ്ഞത്, ഇതുപോലെയാകുന്നു. എന്താ കാര്യം? എന്റെ വരവ് അന്ത്യനാളിന്റെ അടയാളമാകുന്നു. അപ്പോ പ്രവാചകൻ കൊണ്ടുവന്ന, അള്ളാഹു പ്രവാചകനോട് നമുക്ക് തന്ന ഗ്രന്ഥത്തെ കുറിച്ചാണെന്ന് അഭിപ്രായപ്പെടും. പക്ഷെ അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. പ്രബലമായ അഭിപ്രായം ഈ കാര്യമാണ്. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം ലഇൽമുൽ ലിസ്സാഅ, അന്ത്യനാളിന്റെ അടയാളമാകുന്നു, അല്ലെങ്കിൽ അറിവാകും. അപ്പൊ ഇൽമു എന്ന് നമുക്ക് അറിയുന്ന വാക്കാണ് അറിവ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ഖിറാഅത്ത് അതിനുണ്ട്. അതെന്താണ്? പിന്നെ ആലമുൻ ലിസ്സാഅ എന്നൊരു ഖിറാഅത്ത് അതിനുണ്ട്. അതാണ് ആ അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ഫലാ തംതറുന്ന ബിഹാ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സന്ദേഹിക്കരുത്, സംശയിക്കരുത്. എന്നാൽ നിങ്ങൾ അതിൽ സന്ദേഹിക്കരുത്. വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുകയും ചെയ്യുവീൻ. അപ്പൊ അതാ ഓതുമ്പോ മനസ്സിലാക്കണം, അത് രണ്ടും അർത്ഥത്തിലുമാകാം. ഒന്നുകിൽ അള്ളാഹുവിനെ കുറിച്ച് പറയണം, നിങ്ങൾ എന്നെ പിൻപറ്റുകയെന്ന്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയണം, വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു ചൊവ്വായ പാത. അപ്പൊ ആ ആയത്തിന്റെ തഫ്സീറിൽ പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇന്നഹു ലഇൽമു ലിസ്സാഅ തഖദ്ദമ തഫ്സീർ ഇബ്നു ഇസ്ഹാഖ് അന്നൽ മുറാദ മിൻ ദാലിക മാ ബുഇസ ബിഹി ഈസാ അലൈഹിസ്സലാം മിൻ ഇഹ്യാഇൽ മൗതാ വ ഇബ്റാഇൽ അക്മഹി വൽ അബ്റസ് വഗൈരി ദാലിക മിൻ അസ്ഖാമി വഫി ഹാദാ നദറുൻ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണെന്ന് അഭിപ്രായമുണ്ട്. പക്ഷേ അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. വഫീ ഹാദാ നദറുൻ എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ അതത്ര സ്വീകാര്യമല്ല എന്നർത്ഥം. അബ്അദഹു മിൻഹു മാ ഹക്കാഹു ഖതാദ അനിൽ ഹസൻ ബസ്രി വസഈദ് ഇബ്നു ജുബൈർ ഐ അദ്ദമീർ ഫീ അന്നഹു ആഇദുൻ ഇലാ അലൽ ഖുർആൻ. അല്ലേ, അത് ഖുർആനാണ് ഈ അത് എന്ന് പറഞ്ഞതെന്ന് അഭിപ്രായമുണ്ട്. എന്നാൽ ബലി സ്വഹീഹു അന്നഹു ആഇദുൻ അലാ ഈസാ അലൈഹിസ്സലാം. പക്ഷേ ഇബ്നു കസീർ പറയാം, സ്വഹീഹായ അഭിപ്രായ പ്രകാരം അത് ആരിലേക്ക് മടങ്ങുന്നു? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് മടങ്ങുന്നു. ഫഇന്ന സിയാഖ ഫീ ദിക്രിഹി സുമ്മൽ മുറാദു ബിദാലിക നുസൂലുഹു ഖബ്ല യൗമിൽ ഖിയാമ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ വരവ് അന്ത്യനാളിന്റെ അടയാളമാകുന്നു. കമാ ഖാല തബാറക വ തആല, നേരത്തെ പറഞ്ഞ സൂറത്തുൽ നിസായിലെ 159 ആയത്തെ പിന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നത്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി ഐ ഖബ്ല മൗതി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. വേദക്കാരിൽ ഒരാളുമില്ല അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് വിശ്വസിക്കാത്തവരായിട്ട്. അപ്പോ അന്നുള്ള ഏതാളും വിശ്വസിച്ചു പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഖബ്ല മൗതി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ വയൗമിൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ, ഖിയാമത്ത് നാൾ അദ്ദേഹം അവരുടെ മേൽ സാക്ഷിയായിരിക്കും. വയുഅയ്യിദു ഹാദൽ മഅന അൽ ഖിറാഅത്ത് അൽ ഉഖ്റ വഇന്നഹു ലഅലമുൽ ലിസ്സാഅ. ഇത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണെന്നതിന് ഒരു തെളിവ് കൂടിയുണ്ട്. എന്താണ്? ഇങ്ങനത്തെ ഒരു ഖിറാഅത്ത് കൂടി ഉണ്ട്. എങ്ങനെ? വഇന്നഹു ലഅലമുൽ ലിസ്സാഅ, അദ്ദേഹം അലമു എന്ന് പറഞ്ഞ അറബിയിൽ അർത്ഥം അമാറത്ത് എന്നാണ്. അമാറത്ത്, അടയാളം. അതേപോലെ ദലീൽ, അത് നമ്മൾ കേൾക്കുന്ന വാക്കാണ് ദലീൽ, തെളിവ്. അലാ വഖൂഇ സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് അടയാളമാണെന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് അത് വ്യാഖ്യാനിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹദീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫലാ തംതറുന്ന ബിഹാ ഐ ലാ തശ്കു, നിങ്ങൾ സംശയത്തിലാകരുത്. ബിഹ, ആ കാര്യത്തിൽ. ഇന്നഹാ വാഖിഅത്തുൻ വകാഇനത്തുൻ ലാ മഹാലത്ത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, ഒരിക്കലും അസംഭവ്യമേ അല്ല. പിന്നെ വത്തബിഊൻ ഐ ഫീമാ ഉഖ്ബിറുകും ബിഹി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം അത് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടാണ്. ആ ലമീറിനെ അള്ളാഹുവിലേക്ക് മടക്കിയിട്ടാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ പിൻപറ്റുകയും. ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു ചൊവ്വായ പാത. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആ ആയത്തിന് കൊടുക്കുന്ന
തഫ്സീർ അതിൽ സഅദി റഹ്മത്ത് പറഞ്ഞ കാര്യം വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ ഐ വഇന്ന ഈസ അലൈഹിസ്സലാം ലദലീലുൻ അലസ്സാഅ തീർച്ചയായും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യനാളിന്റെ ഒരു ദലീലാണ്, തെളിവാണ്. വഅന്നൽ ഖാദിർ അലാ ഈജാദിഹി മൻ മിൻ ഉമ്മിൻ ബിലാ അബിൻ, അല്ലേ? പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രം സൃഷ്ടിക്കാൻ കഴിവുള്ളവനാകുന്നു. എന്തിന്? ഖാദിറുൻ അലാ ബഅസിൽ മൗത മിൻ ഖുബൂരിഹിം, മരിച്ചവരെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാകുന്നു. ഔ വഇന്ന ഈസ അലൈഹിസ്സലാം സയൻസിലു ഫി ആഖിരി സമാൻ, അല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിൽ ഇറങ്ങി വരുന്നു. വയകൂനു നുസൂലുഹു അലാമത്തുൻ മിൻ അലാമാത്തിസ് സാഅ, അദ്ദേഹത്തിന്റെ വരവ് ഖിയാമത്ത് നാളിന്റെ പല അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാകുന്നു. ഫലാ തംതുറുന്ന ബിഹാ ഐ ലാ തശ്കുന്ന ഫി ഖിയാമത്തിസ് സാഅ, അതിൽ അത് ബിഹാ എന്ന് പറഞ്ഞ ഖിയാമത്ത് നാളാണ്, അതിൽ നിങ്ങൾ സംശയിക്കുകയേ അരുത്. ഫഇന്ന ശക്ക മിൻഹാ ഫിഹാ കുഫ്റുൻ, അതിൽ സംശയിക്കൽ കുഫ്റാകുന്നു. പിന്നെ വത്തബിഊൻ ബി ഇംതിസാലി മാ അമർതുക്കും വജ്തിനാബി മാ നഹൈതുക്കും, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഞാൻ വിലക്കിയ കാര്യങ്ങൾ വർജിച്ചുകൊണ്ടും നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. അപ്പൊ അത് അള്ളാഹുവിലേക്ക് മടക്കിയിട്ട് അങ്ങനെ പറയുന്നത്. ഹാദാ സിറാത്തും മുസ്തഖീം മൂസിലുൻ ഇലല്ലാഹി അസ്സ വജൽ, നിങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പാതയാകുന്നു ഇത്. അപ്പൊ അതാണ് 61-ാമത്തെ ആയത്ത്. ശരി, ഇനി നമുക്ക് 62-ാം അതിലെ പദങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഈ നമ്മൾ സൂറത്ത് നജ്മിൽ പഠിച്ചിട്ടുണ്ട്, മാറ യുമാരി മുറാഅത്ത്. മാറ എന്ന സംശയിച്ചു എന്നർത്ഥമുണ്ട്, തർക്കിച്ചു എന്നർത്ഥമുണ്ട്. മാറ ഇത് വന്നാണ് ഇംതറന്ന, ഇംതാറ എന്നൊക്കെ. അപ്പൊ ഫലാ തംതറുന്ന ബിഹാ, അത് ശരിക്ക് തംതറൂന എന്നാണ് ആ വാക്ക്. അതില് നൂന് ലോപിച്ചിട്ട് പിന്നെ തൗക്കീദിന്റെ പിന്നെ അക്ഷരം കൊടുത്തിരിക്കുകയാണ്. തംതറൂന എന്ന വാവാണ് പിന്നെ കളയപ്പെട്ടത്, മഹ്ദൂഫായത്. എന്നിട്ട് നൂന് കൊടുത്തു. തംതറൂന എന്നതിന്റെ കൂടെ നൂനിന്റെ കൂടെ ഒരു നൂന് അധികരിച്ചു. ആ നൂന് തൗക്കീദിന് വേണ്ടി കൊടുത്ത നൂനാണ്. ശരിക്കും ഫലാ തംതറൂന എന്നുള്ളത് അതിൽ വാവ് കളയപ്പെട്ടു, നൂന് അധികരിച്ചു. അപ്പോ ഫലാ തംതറുന്ന ബിഹാ, അതിൽ അഥവാ ഖിയാമത്താളിൽ നിങ്ങൾ സംശയിക്കരുത്. വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുകയും ചെയ്യുവീൻ. ബാക്കിയൊക്കെ അറിയുന്ന വാക്കുകളാണ്. ശരി, ഇനി 62-ാമത്തെ ആയത്താണ് ഞാൻ ഓതാം, നിങ്ങൾ കൂടെ ഓതാം. വലാ യസുദ്ദന്നകുമുശ് ശൈത്താൻ, ഓതിക്കോളൂ. ولا يصدنكم الشيطان إنه لكم عدو مبين. إنه لكم عدو മുബീൻ. അപ്പൊ അതാണ് 62-ാമത്തെ ആയത്ത്. എല്ലാം നമുക്ക് അറിയുന്ന വാക്കുകളേ ഉള്ളൂ അതില്. വലാ യസുദ്ദന്നകും, കണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് യസിദ്ദന്ന എന്ന് പറഞ്ഞു. യസിദ്ദൂൻ, യസിദ്ദന്ന യസിദ്ദൂൻ, അവർ തട്ടഹസിക്കുന്നു എന്നൊരു 57-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞിരുന്നു. സ്വദ്ദ യസിദ്ദു സ്വദ്ദൻ എന്ന് അങ്ങനെ അർത്ഥമുണ്ട്. ഇവിടെ യസുദ്ദു സ്വദ്ദൻ എന്താ? പിന്നെ തടഞ്ഞു, കേട്ടോ? വലാ യസുദ്ദന്നകും, നിങ്ങളെ തടയാതിരിക്കട്ടെ. അശ്ശൈത്വാൻ, പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ശൈത്താൻ നിങ്ങളെ തടയാതിരിക്കട്ടെ. അവന്റെ കെണിയിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവന്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്നാ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാം, ഇന്നഹു, തീർച്ചയായും അവൻ ലക്കും നിങ്ങൾക്ക് അദുവ്വും മുബീൻ, പ്രത്യക്ഷനായ ശത്രുവാകുന്നു, അല്ലെങ്കിൽ വ്യക്തമായ ശത്രുവാകുന്നു. ഖുർആനിൽ പല സ്ഥലത്തും ശൈത്താനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണിത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷനായ ശത്രുവാകുന്നു. അതാണ് 52-ാമത്തെ ആയത്ത്. അത് ഒന്നും സംശയിക്കേണ്ട ഒന്നുമില്ല, അതിൽ എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ആ ആയത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഹാദാ സിറാത്ത് മുസ്തഖീം കണ്ടിട്ട് പിന്നെ സിറാത്ത് വിശദീകരിച്ചിട്ടില്ല ആയത്തിൽ. എന്താണ്? വലാ യസുദ്ദന്നകുമുശ് ശൈത്വാൻ, ശൈത്താൻ നിങ്ങളെ തടയാതിരിക്കട്ടെ. വലാ യസുദ്ദന്നകുമുശ് ശൈത്വാൻ, ശൈത്താൻ നിങ്ങളെ തടയാതിരിക്കട്ടെ. 62-ാമത്തെ ആണ്ട് ശരിയാണ്. 62.
അതുപോലെ സഅദ് റഹ്മത്ത് കൊടുത്തു വലാ യസുദ്ദനകും ശൈത്താൻ അമ്മ അമറക്കുമുല്ലാഹു ബിഹി. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കാര്യത്തിൽ ശൈത്താൻ നിങ്ങൾ തടയാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ, അല്ലെ, ശൈത്താൻ നിങ്ങൾ ശത്രുവാണ്. ഹരീസുൻ അലാ ഇഗ്വാഇക്കും, നിങ്ങളെ പഴപ്പിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ് ശൈത്താൻ. എങ്ങനെയൊക്കെ നമ്മളെ പഴപ്പിക്കാൻ പറ്റുമോ അത് നോക്കി അവസരം കാത്തിരിക്കുന്നവനാണ് ശൈത്താൻ. ബാദിലുൻ ജുഹുദഹു ഫീ ദാലിക്, അവന്റെ പ്രയത്നം ആ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്നവരാണ് ശൈത്താൻ. ശൈത്താന്റെ പണി നമ്മളെ പഴപ്പിക്കുക, നമ്മളെ വഴി പഴപ്പിക്കുക, നമ്മളെ ദുർമാർഗികളാക്കി മാറ്റുക. ഖുർആൻ അത് ഒരുപാട് സ്ഥലത്ത്, അല്ലെ, പല സ്ഥലത്തും ആ കാര്യം അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്ത് അറാഫില് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ സാധിക്കും. കണ്ടോ, യാ ബനി ആദം എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഇന്നഹു യറാഹു ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അവനെ കാണാത്ത നിലയിൽ. നിങ്ങൾ അവനെ കാണുന്നില്ല, അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നഹു യറാഹു ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, സൂറത്തുൽ അറാഫിന്റെ ആദ്യ ഭാഗത്തിന് കാണാം. യാ ബനി ആദം ലാ യഫ്തിനകും ശൈത്താൻ ഇന്നഹു യറാഹു ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അതായത് നോക്കത് ഓക്കെ. അപ്പോ അതിലെ പിന്നെ 27-ാമത്തെ ആയത്, യാ ബനി ആദമ ലാ യഫ്തിനകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പിതാവിനെ, അതായത് ആദം നബിയെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെ അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കണ്ടോ, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, ആദമിന്റെയും ഹവ്വായുടെയും വസ്ത്രം അവൻ ഊരിക്കളഞ്ഞു. എന്നാൽ അവന്റെ പ്രേരണക്ക് വശംബദ്ധരായിക്കൊണ്ട് അവർ ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ നഗ്നത അവർക്ക് കാണാൻ വേണ്ടി. പിന്നെ പറയാ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അവരെ കാണാത്ത നിലയിൽ. അവസാനം പറയാം ഇന്നാ ജഅൽന ശയാത്തീന, തീർച്ചയായും പിശാചുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു ഔലിയ, മിത്രങ്ങളായിട്ട്, ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത ആളുകൾക്ക്. അപ്പൊ സൂറത്ത് അറാഫിലെ 27-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ശരി, അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂല് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് പിന്നെ മുഅ്മിനൂനിൽ ഒരു പ്രാർത്ഥന, എന്താ പ്രാർത്ഥിക്കുക? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബി, എന്റെ റബ്ബേ, അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന്, ദുഷ്പ്രേരണകളിൽ നിന്ന്, വ അഊദു ബിക, അല്ലെ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, റബ്ബി, എന്റെ റബ്ബേ, അൻ യഹ്ദുറൂൻ, അവർ എന്നെ സമീപിക്കുന്നതിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വേണ്ടി പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. സൂറത്ത് മുഅ്മിനൂനിലെ ഒരു ആയത്തിൽ കാണാൻ സാധിക്കും, വഖുൽ എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെ 97, 98 ആയത്തുകൾ, സൂറത്ത് അറാഫിലെ, സൂറത്ത് മുഅ്മിനൂനിലെ 97, 98 ആയത്ത്. അറിയാത്ത ആൾക്കാർ ഇത് പഠിക്കണം. വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അപ്പോൾ നീ പറയുകയും ചെയ്യുക, റബ്ബി, എന്റെ റബ്ബേ, അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ദുഷ്പ്രേരണകളിൽ നിന്ന്, അതാണ് ഹമസാത്ത്, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, വ അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, റബ്ബി, എന്റെ റബ്ബേ, അൻ യഹ്ദുറൂൻ, അവർ എന്നെ സമീപിക്കുന്നതിൽ നിന്നും. ഏത് വിഷയത്തിലും എല്ലാ വിശ്വാസികളും എപ്പോഴും അള്ളാഹുവോട് കാവൽ ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഓതാ സമയത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്, എന്താണ്? ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് കാവൽ ചോദിക്കുക. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും ഓതണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശരി, ഒരിക്കലും ശൈത്താൻ നമ്മുടെ മിത്രമല്ല. അതുകൊണ്ട് ഖുർആൻ അത് ആവർത്തിച്ചാകുന്നത് ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും, നിങ്ങൾ അവന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്, കാരണം അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാകുന്നു എന്ന കാര്യം. പക്ഷേ പിശാചിനെ ശത്രുവായി കാണാത്ത ആൾക്കാരുണ്ട്. ഈ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ,
പരമകാരുണികന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും അകന്നുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ പഠിച്ചായത്തണത് ഈ സൂറത്തുൽ സുഖ്റുഫിൽ എന്താണ്ടാവുക, നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ, നാം അവനെ ഒരു ശൈത്താനെ കൂട്ടാളിയാക്കി കൊടുക്കും, അല്ലെങ്കിൽ ശൈത്താനെ ഏർപ്പെടുത്തി കൊടുക്കും, അവനായിരിക്കും അവന്റെ ഖരീന്. പക്ഷേ തന്റെ കൂട്ടാളി തന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന കാര്യം അവൻ തിരിച്ചറിയില്ല. അല്ലാത്തൊരു ദുരന്താണത്. ശൈത്താനാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പോലും തിരിച്ചറിയില്ല. ശരി, അപ്പോ 62-ാമത്തെ ആയത്ത്. ഇനി 63-ാമത്തെ ആയത്ത് ഞാൻ ഓതാം, നിങ്ങൾ കേട്ടോതാം. വലമ്മാ ജാഅ ഈസാ ബിൽ ബയ്യിനാത്ത്. ഓതിക്കോളി. ولما جاء عيسى بالبينات قال قد جئتكم بالحكمة بالحكمة ولأبين لكم بعض الذي تختلفون فيه. بالحكمة وليبين لكم بعض الذي تختلفون فيه فاتقوا الله وأطيعون. അതാണ് 63-ാമത്തെ ആയത്ത്. നമുക്ക് അറിയുന്ന പദങ്ങളേ ഉള്ളൂ. വലമ്മാ ജാഅ ഈസ, എന്നാൽ ഈസ വന്നപ്പോൾ, ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വന്നപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, ഖദ് ജിഅ്തുക്കും തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ജിഅ്തു ഞാൻ വന്നു, കും നിങ്ങളിലേക്ക്. അപ്പൊ തീർച്ചയായും നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ബിൽ ഹിക്മ ഹിക്മത്തുമായിട്ട്, വിജ്ഞാനവുമായിട്ട്. പിന്നെ വലി ഉബയ്യിന ഞാൻ വ്യക്തമാക്കുന്നതിനും. ബയ്യന എന്നാണ് വ്യക്തമാക്കി, യുബയ്യനു വ്യക്തമാക്കുന്നു, അല്ലെ? അതാണ് ബയ്യന യുബയ്യനു സർപ്പാക്കുമ്പോൾ കിട്ടും ഉബയ്യനു. ആ ഉബയ്യനു എന്നത് ഉബയ്യന എന്നാവാൻ കാരണം നീ വന്നതുകൊണ്ടാണ്. അപ്പൊ വലി ഉബയ്യനലക്കും നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയും. എന്ത്? ബഅദ ചിലത്, ബഅദ് എന്ന് പറഞ്ഞാൽ ചിലത്. ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെ? നിങ്ങൾ അഭിപ്രായ ഭിന്നത്തിലായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയും. അതാണ് ആ ഭാഗം. പിന്നെ ഫത്തഖുല്ലാഹ് നമുക്കൊക്കെ അറിയുന്നതാണ്. എന്താണ്? എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. ഫത്തഖുല്ലാഹ് എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. വഅതീഊൻ വഅതീഊനി എന്നാണ്. അതാണ് വഅതീഊൻ എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. ഫത്തഖുല്ലാഹ വഅതീഊൻ എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. അതാണ് 63-ാമത്തെ ആയത്ത്. അപ്പൊ ആയത്ത് ഞാൻ ഒന്നുകൂടി ഓതാം, കേട്ടോളി. വലമ്മാ ജാഅ ഈസാ ബിൽ ബയ്യിനാതി ഖാല ഖദ് ജിഅ്തുകും ബിൽ ഹിക്മ قد جئتكم بالحكمة ولأبين لكم بعض الذي تختلفون فيه فاتقوا الله وأطيعون. അതാണ് 63-ാമത്തെ ആയത്ത്. അപ്പൊ ആയത്തിൽ പറയുന്ന കാര്യം അദ്ദേഹം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വലമ്മാ ജാഅ ഈസ വന്നപ്പോൾ, വലമ്മാ ജാഅ ഈസ ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട്. നമുക്ക് അറിയുന്ന വാക്കാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, ഖദ് ജിഅ്തുക്കും തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ബിൽ ഹിക്മ ഹിക്മത്തുമായിട്ട്, വിജ്ഞാനവുമായിട്ട്. അല്ലാഹു പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന കാര്യമാണ് ഹിക്മത്ത്. അതുപോലെ തന്നെ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കാണാം, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും അല്ലാഹു ഹിക്മത്ത്, ശരിക്ക് സാധാരണ അറിവ് മാത്രമല്ല തത്വജ്ഞാനം എന്നാ പറയാം, തത്വജ്ഞാനം. ആർക്കെങ്കിലും അല്ലാഹു തത്വജ്ഞാനം നൽകിയോ അവൻ ഒരുപാട് ഖൈറുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ ആ ആയത്ത് തഫ്സീറിൽ കാണാം, ഇബ്നു കസീർ എന്ന് പറയാം, ഖാല ഖദ് ജിഅ്തുകും ബിൽ ഹിക്മ ഐ ബിൻ നുബുവ്വ. നുബുവത്താണ് ഹിക്മത്ത് എന്നാണ്. സൂറത്ത് ജുമുഅയിലുണ്ടല്ലോ, എന്താണത്?
പിന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവിടെ ഹിക്മത്ത് അതാണ്, ഖുർആനും സുന്നത്തുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ വിവരിക്കപ്പെട്ടത് ഐ ബിൻ നുബുവ വലി ഉബയ്യിന ലക്കും ബഅദല്ലദീ തഖ്തലിഫൂന ഫീഹി. അതായത് നിങ്ങൾ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയും. ഇബ്നു ജരീർ യഅനി മിനൽ ഉമൂരി ദീനിയ ലദുനിയവിയ, അത് ദീനിയായ വിഷയത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളാണ്, അല്ലാതെ ദുനിയാവിന്റെ കാര്യത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ അല്ല. വഹാദല്ലദീ ഖാലഹു ഹസൻ ജയ്യിദുൻ ثم رد قول من زعم ان بعد هاهنا بمعنى كل. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു എല്ലാം അതിൽ പെടുമെന്ന്. പക്ഷെ ആ എല്ലാം പെടും, ദുനിയാവിന്റെ കാര്യം ദീനിന്റെ കാര്യം പെടും എന്നതല്ല പ്രബലമായ അഭിപ്രായം. മറിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് ദീനിയായ കാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നാഭിപ്രായമായിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നാണ്. ശരി, അപ്പോ പിന്നെ ഫത്തഖുല്ലാഹ ഐ ഫീമാ അമറക്കും ബിഹി, അള്ളാഹു നിങ്ങൾ കൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. പിന്നെ വഅതീഊൻ ഫീമാ ജിഅ്തുകും ബിഹി, ഞാൻ എന്തൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ ആ വിഷയത്തിൽ നിങ്ങൾ എന്നെ അനുസരിക്കുകയും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ സൂറത്ത് ഹശ്റിൽ കാണാം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം, റസൂൽ എന്തൊന്ന് വിലക്കിയോ അത് നിങ്ങൾ വർജിക്കണം. ശരി, നമ്മുടെ സമയം കഴിഞ്ഞു. അതില് സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യം നോക്കാം. വലമാ ജാ ഈസാ ബിൽ ബയ്യിനാത്തി അദ്ദാലത്തു അലാ സുദ്ഖി നുബുവതിഹി, തന്റെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തുന്ന തെളിവുമായി അദ്ദേഹം വന്നപ്പോൾ വസ്വിഹത്തി മാ ജാഅഹും ബിഹി, അദ്ദേഹം കൊണ്ടുവന്നതിന്റെ സിഹത്ത് വിശ്വാസ്യത അതുമായി അദ്ദേഹം വന്നപ്പോൾ അതെന്തൊക്കെയാണ്? മിൻ ഇഹ്യാഇൽ മൗത വ ഇബ്റാഇൽ അക്മഹി വൽ അബ്റസി, അല്ലെ, മരിച്ചവരെ ജീവിപ്പിക്കുക, അതുപോലെ തന്നെ കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം തുടങ്ങിയത് സുഖപ്പെടുത്തുക. വൻ അഹ്മിദാലിക മിനൽ ആയാത്തി, ഇതൊക്കെ എന്തിനാണിത്? താൻ പ്രവാചകനാണ് എന്ന് തെളിവായിട്ടുള്ള മുഅ്ജിസത്താണ്. ഖാല ലി ബനി ഇസ്രായീല, എന്നിട്ട് അദ്ദേഹം ബനി ഇസ്രായേൽ പറഞ്ഞു ഖദ് ജിഅ്തുകും ബിൽ ഹിക്മ അൻ-നുബുവ വൽ ഇൽം, പ്രവാചകത്വവും വിജ്ഞാനവും, ബിമാ യംബഗി അലൽ വജ്ഹി അല്ലദി യംബഗി, എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, അതൊക്കെ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. വലി ഉബയ്യിന ലക്കും ബഅദല്ലദി തഖ്തലിഫൂന ഫീഹി ഐ ഉബയ്യിനു ലക്കും, ഞാൻ എന്തിനാ വന്നത്? നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി. സവാബഹു വ ജവാബഹു, അതിന്റെ ശരിയും അതിന്റെ ഉത്തരങ്ങളും, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരങ്ങൾ. ഫയസൂലു അൻകും ബിദാലിക ലബ്സ്, അപ്പൊ നിങ്ങൾ ആശയക്കുഴപ്പം നീങ്ങാൻ വേണ്ടി. ഫജാ അലൈഹിസ്സലാത്തു വസ്സലാം മുക്മിലൻ വ മുതമ്മിമൻ ബിശരീഅത്തി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന എങ്ങനെയാണ് സൂറത്ത് സൊഫിൽ പറയുന്നത്, സമയം കഴിഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. പിന്നെ അപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് സ്ഥാപിച്ചുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വന്നത്. വലി അഹ്കാമി തൗറാത്ത്, തൗറാത്തിന്റെ ഹുക്മുകൾ സ്ഥിരീകരിച്ചുകൊണ്ടും വളരെ ലളിതമായ ചില അധ്യാപനങ്ങളുമായിട്ട് അദ്ദേഹം വന്നത്. മൂസാ നബി കൊണ്ടുവന്നതിന് സ്വീകരിച്ചുകൊണ്ട്. അപ്പൊ അതൊക്കെയാണ് വലിയ അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവൻ പങ്കുകാരില്ല. അള്ളാന്റെ കൽപ്പനകൾ സ്വീകരിക്കണം. വജ്തനബു നഹിയഹു, അള്ളാന്റെ വിലക്കുകൾ നിങ്ങൾ വർജിക്കണം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സത്യപ്പെടുത്തുകയും എന്നെ അനുസരിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മളെ ഭാഗം അവിടെ അവസാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമ് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും മരണം വരെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഗ്ലോബൽ ഇസ്ലാമിക്